ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 16 ചൊവ്വ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പമാകുന്നുവെന്ന് ഈശോ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഇടർച്ച ഉണ്ടാകുകയാണ്. അവർ നേരെ ചോദിക്കുന്നത്, അവനെതിരെ പിറുപിറുത്തിട്ട് ചോദിക്കുക, ഇവൻ ആ ജോസഫിന്റെ മകനല്ലേ, മകനായ യേശു അല്ലേ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ നമുക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുക. ദൈവിക രഹസ്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭൗതിക മേഖലകളുമായിട്ട് കണക്ട് ചെയ്ത് ദൈവിക രഹസ്യങ്ങളുടെ പ്രാധാന്യം അവർ നഷ്ടപ്പെടുത്തി കളയാണ്. ദൈവം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് അപ്പമാണ്. അവരത് ഉൾക്കൊള്ളാതെ ഭൗതിക മേഖലയ്ക്ക് നോക്കിയിട്ട് പറയാണ്, ഇവൻ ഇന്നയാളുടെ അപ്പനാണ്, ഇന്നയാളുടെ മകനാണ്, ഇന്നയാളാണ് അമ്മ. കേവലം ഭൗതികതയിൽ നിറഞ്ഞിട്ട് ദൈവികതയെ നശിപ്പിച്ചു കളയാണ്. എന്താ യഹൂദർക്ക് പറ്റിയത്? ദൈവത്തിൻ്റെ ആളുകളാണെങ്കിലും ദൈവത്തിൻ്റെ അരൂപി അവരുടെ ചിന്താരീതികളില്ലായിരുന്നു, ഒരു പ്രവർത്തന ശൈലിയില്ല. ഈശോ പലപ്പോഴും യഹൂദരെ വിമർശിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്നവരൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. കാരണം ദൈവിക അരൂപി അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്ന് ശോഷിച്ചു പോയിരിക്കുകയാണ്. സുഹൃത്ത്, ഇന്ന് നീ ജീവിതത്തിലേക്ക് നോക്കുക. ദൈവത്തിൻ്റെ കാര്യങ്ങളെ, ദൈവിക രഹസ്യങ്ങളെ ഭൗതിക മേഖലയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് നീ നിസ്സാരവൽക്കരിക്കാറുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട വില നിന്റെ ജീവിതത്തിൽ ഒട്ടും കുറയാതെ നീ കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇല്ലെങ്കിൽ നീ അറിയാതെയാണെങ്കിൽ പോലും ഈ പിറുപിറുക്കുന്ന ഒരു ഗണത്തിലായിരിക്കും നീ ചേരുക. ദൈവത്തിന് വില കൊടുക്കാൻ സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് വില കൊടുക്കുവാനായിട്ട്, ദൈവിക രഹസ്യങ്ങളെ സ്നേഹിക്കുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.